ഭാരതീയമായ സംസ്കാരത്തിൽ അല്ലെങ്കിൽ സനാതനധർമ്മത്തിൽ ഗുരുവിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഉയർന്ന സ്ഥാനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗുരുവിനെ ആരാധിക്കുന്നത് സാക്ഷാൽ നമ്മൾ ആരാധിക്കുന്ന ദേവനെ ആരാധിക്കുന്നതിന് തുല്യമാണ്. ഗുരുവും നമ്മളും ദേവനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്നുള്ള ഘട്ടത്തിൽ എത്തുമ്പോഴാണ് നമ്മൾ ഏതു തരം ആത്മീയ ക്രിയ ചെയ്താലും അതിൻ്റെ ഫലപ്രാപ്തി, പൂർണ്ണ ഫലപ്രാപ്തി എത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗുരുവും നമ്മളുടെ ദേവനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് നമ്മൾ ആരാധിക്കുന്ന ആ ഗുരുവിൻ്റെ സാന്നിധ്യം, അനുഗ്രഹം ഇതൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ പലതരത്തിലുള്ള വ്യത്യാസങ്ങളും ജീവിതത്തിൽ വരാറുണ്ട്. അപ്രകാരം ഒരു ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പലർക്കും ഇതൊക്കെ വ്യത്യസ്തമാണെങ്കിലും പൊതുവേ പലരുടെ അനുഭവവും സാക്ഷ്യപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്. പലരുടെ ജീവിതത്തിലും ഒരേപോലെ വന്നു പോകുന്ന ചില തെളിവുകളുണ്ട്, അല്ലെങ്കിൽ സൂചനകളുണ്ട്. അത് ഏത് ഗുരുവിനെ ആരാധിച്ചാലും, സായിബാബയെ ആരാധിച്ചാലും, അരുണഗിരിനാഥരെ ആരാധിച്ചാലും, അല്ലെങ്കിൽ രാഘവേന്ദ്ര സ്വാമിയെ ആരാധിച്ചാലും, ഏത് ഗുരുവിനെ ആരാധിച്ചാലും വ്യത്യസ്തമായ പരമ്പരകളാണെങ്കിലും ഗുരുക്കന്മാർ തരുന്ന അനുഗ്രഹം ഏകദേശം ഒരേപോലൊക്കെ തന്നെയാണ് പല കാര്യങ്ങളിലും. ചില ഗുരുക്കന്മാർ പെട്ടെന്ന് അനുഗ്രഹിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഷിർഡി സായിബാബ പെട്ടെന്ന് തന്നെ നമ്മളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരും. അതുപോലെ തന്നെ പെട്ടെന്ന് അനുഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു അത്ഭുതത്തിൻ്റെ ഗുരുവാണെന്നാണ് സായിബാബയെക്കുറിച്ച് സായി ഭക്തരെല്ലാം പറയുന്നത്, ഷിർഡി സായിബാബയെക്കുറിച്ച് പറയുന്നത്. അതുപോലെ അക്കൽക്കോട്ട് സ്വാമിയെക്കുറിച്ച് പറയാറുണ്ട്. അതുപോലെ ഓരോ ഗുരുക്കന്മാർക്കും അവരവരുടേതായ പല സ്വഭാവങ്ങളുമുണ്ട്. ആ ഗുരുക്കന്മാർ എങ്ങനെ അനുഗ്രഹിക്കണം, ഏത് രീതിയിൽ അനുഗ്രഹിക്കണം എന്നുള്ളതെല്ലാം ഗുരുക്കന്മാരെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തം തന്നെയാണ്. അതുപോലെ തന്നെ പല ഗുരുക്കന്മാരും പല പരമ്പരയിൽപ്പെട്ട ഗുരുക്കന്മാരാണ്. ഇപ്പോൾ നമ്മൾ രാഘവേന്ദ്ര സ്വാമിയുടെ കാര്യം പറഞ്ഞാൽ അത് വൈഷ്ണവമാണ്. രാഘവേന്ദ്ര സ്വാമിയുടെ പരമ്പര മധ്വാചാര്യരുടെ ദ്വൈതം എന്നുള്ള ആ പാതയാണ്. അതേസമയം ഒരു സിദ്ധ വഴിയിലാണ് അരുണഗിരിനാഥരുടെ പരമ്പര. ആ കൗമാരം എന്ന മുരുകൻ്റെ ആ പരമ്പരയാണ്. അപ്പോൾ ഏത് നോക്കിയാലും, ഏത് രീതിയിൽ നോക്കിയാലും ചില വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ഉറപ്പായും കാണാൻ സാധിക്കുമെങ്കിലും പൊതുവെയുള്ള ചില ലക്ഷണങ്ങളും സൂചനകളും എല്ലാ ഗുരുക്കന്മാർക്കും ഏകദേശം ഒരേപോലെയാണ്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്നാമത്തെ കാര്യം പറയുന്നതിന് മുൻപ് സമാധിസ്ഥരായ ഗുരുക്കന്മാരെ ആരാധിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. നമ്മൾക്ക് ശരീരസ്ഥനായ ഒരു ഗുരു ഉണ്ടെങ്കിൽ ആ ഗുരു നേരിട്ടാണ് നമ്മൾക്ക് ഉപദേശമെല്ലാം നൽകുന്നത്. സമാധിസ്ഥരായ ഗുരുക്കന്മാരെ ആരാധിക്കുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം നമ്മൾക്കൊരു അവബോധം ഉണ്ടാകുമെന്നുള്ളതാണ്. നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണെങ്കിലോ അതിനുള്ള ഉത്തരം നമ്മൾക്ക് എങ്ങനെയോ കിട്ടിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. ഇതിനു മുൻപ് പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ടപ്പോഴും ഒരു തരത്തിലുള്ള മറുപടിയും കിട്ടാതെ, അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയില്ലാതെ തളർന്നിരുന്ന നമ്മൾക്ക് ഇപ്പോൾ ജീവിതത്തിൽ എത്ര പ്രതിസന്ധി ഉണ്ടായാലും അതിൽ നിന്ന് മറികടക്കാനുള്ളൊരു വഴിയായിട്ട് ഉള്ളിൽ നിന്ന് ആരോ പ്രചോദിപ്പിക്കുന്നതായിട്ടും അതുപോലെ തന്നെ ആരോ നമ്മൾക്ക് മറുപടി നൽകുന്നതായിട്ടും പല കാര്യങ്ങളെക്കുറിച്ചും മുൻകൂട്ടി ഒരു അവബോധം ഉണ്ടാകാനും അല്ലെങ്കിൽ ഒരു ഇൻഡ്യൂഷൻ ഉണ്ടാകാനും കാരണമാകുന്നു ഒക്കെ നമ്മൾക്കിങ്ങനെ കാണാൻ സാധിക്കും. ഒരു ഇൻഡ്യൂഷൻ ഉണ്ടാകുന്നു, ഒരു അവബോധം ഉണ്ടാകുന്നു, എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി ഉണ്ടാകുന്നു, ഒരു വ്യക്തത. പണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു പിടുത്തവും ഇല്ലായിരുന്നു. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു പിടുത്തവും ഇല്ലായിരുന്നു. ഇപ്പോൾ ആ പ്രതിസന്ധി എന്തുകൊണ്ട് സംഭവിക്കുന്നു, ആ പ്രതിസന്ധിയിൽ എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണം, അതെങ്ങനെ മറികടക്കണമെന്നുള്ള എല്ലാ ബോധവും എല്ലാ വ്യക്തതയും ഒരാൾക്ക് വരും. അത് ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഗുരുക്കന്മാരുടെ മാത്രമല്ല, ദേവന്മാരുടെ അല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന ദേവനുമായി നമ്മൾ അത്രയും ബന്ധമുണ്ടെങ്കിലും ഇത് സംഭവിക്കും. പക്ഷേ ഗുരുക്കന്മാരുടെ കാര്യത്തിൽ ഇത് വളരെ വ്യക്തമാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് ജീവിതത്തിലാണെങ്കിലും ആത്മീയപരമായാണെങ്കിലും, അതായത് ഭൗതികമാണെങ്കിലും ആത്മീയമാണെങ്കിലും പല ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് പണ്ടുണ്ടായില്ല. പല കാര്യങ്ങൾ വായിക്കുമ്പോഴും അല്ലെങ്കിൽ പല ഗ്രന്ഥങ്ങൾ, ഭഗവത്ഗീത ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആത്മീയ ഗ്രന്ഥം വായിക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാത്ത നമ്മൾക്ക് ഇപ്പോൾ ഒരു ഗുരുവിനെ വിളിച്ചതിന് ശേഷം ഇതിൻ്റെ എല്ലാ അർത്ഥം മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ അഹങ്കാരം ഇല്ലാതാകുന്നുണ്ട്. ഇതൊക്കെ ഒരു ഗുരുവിൻ്റെ അനുഗ്രഹമാണ്. ആത്മീയമായ തത്വം പലപ്പോഴും പല കഥകളും വെറുതെ കഥകളായി കണ്ടിരുന്ന നമ്മൾ, അല്ലെങ്കിൽ കഥകളായി കേട്ടുവിട്ടിരുന്ന നമ്മൾക്ക് ഇപ്പോൾ അതിന് ഒരു വ്യക്തത വരുന്നുണ്ട്. എന്താണ് ഈ കഥകളുടെ എല്ലാം പിന്നിലുള്ള രഹസ്യം, ഈ പുരാണ കഥകൾക്കുള്ള തത്വം എന്താണ്, ഇതെല്ലാം നമ്മൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഭഗവത്ഗീത വായിച്ചാൽ മനസ്സിലാകുന്നുണ്ട്. എല്ലാ ആത്മീയമായിട്ടുള്ള അറിവുകളും ലഭിക്കുന്നുണ്ട്. ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വരുന്നുണ്ട്. വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ്. ജീവിതത്തെ ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ ഗുരുവിൻ്റെ വലിയ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള ഏത് കാര്യം ചെയ്യുന്നതിന് മുൻപ് ഇതുപോലെ തന്നെയാണ്. പലപ്പോഴും ഗുരുക്കന്മാരുടെ അനുഗ്രഹമുള്ളവർക്ക് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതിന് മുൻപോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപോ അത് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെ കാണുമ്പോൾ അയാൾ യഥാർത്ഥ സുഹൃത്താണോ അല്ലയോ എന്നുള്ളതിൻ്റെ എല്ലാം ബോധ്യം എവിടെ നിന്നോ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ബിസിനസ്സിൽ ഞാൻ പോയി ഇറങ്ങിയാൽ അത് തെറ്റാകുമോ, എൻ്റെ പണം പോകുമോ, എല്ലാം നമുക്ക് മുൻകൂട്ടി കാണാനും മനസ്സിലാക്കാനും പണ്ട് ഒരു വ്യക്തതയും ഇല്ലാതിരുന്ന നമ്മൾക്ക് ഇപ്പോൾ എല്ലാ സാഹചര്യവും മനസ്സിലാകുന്നുണ്ട്.
ഇത് ഗുരുക്കന്മാരുടെ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത കരുണയുടെ ഒരു പ്രകാശം എന്ന് പറയാം. ആ കരുണയുടെ ആ പ്രകാശത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഗുരു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തന്നെ ഇരുട്ടിനെ ഇല്ലാതാക്കുന്ന ആ വെളിച്ചമാണ് ഗുരു. അപ്പോൾ ആ ഗുരു വരുമ്പോൾ നമുക്ക് എല്ലാ തരത്തിലും ഒരു പ്രകാശം ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഗുരുക്കന്മാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് ജീവിതം മാറ്റാനും സാധിക്കും. അതായത് ഗുരുക്കന്മാർ വിചാരിച്ചാൽ ഏതൊരാളുടെ ജീവിതവും പെട്ടെന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. പക്ഷേ ഗുരുക്കന്മാർ ഒരാളുടെ ജീവിതം മാറ്റുന്നതിന് മുൻപ് അയാളുടെ ചില കാര്യങ്ങളെ ഇല്ലാതാക്കും. ആ കാര്യങ്ങൾ ഇല്ലാതായെങ്കിൽ മാത്രമേ ഗുരുക്കന്മാർ നമ്മളെ പൂർണ്ണമായി അനുഗ്രഹിക്കുകയുള്ളൂ. ഗുരുക്കന്മാരുടെ കൈയുണ്ടെങ്കിൽ, ഗുരുവിൻ്റെ കടാക്ഷം ഒരാളുടെ കൂടെ ഉണ്ടെങ്കിൽ ലോകത്തേത് പ്രതിസന്ധിയും അയാൾക്ക് നേരിടാൻ സാധിക്കും. ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും. പക്ഷേ ഗുരുവിൻ്റെ അനുഗ്രഹം അത്ര പെട്ടെന്ന് പൂർണ്ണമായും വരില്ല. പൂർണ്ണമായും വന്നാൽ ജീവിതം മാറും. പൂർണ്ണമായും ഗുരുക്കന്മാർ എന്തുകൊണ്ടാണ് പെട്ടെന്ന് അനുഗ്രഹിക്കാത്തത്? അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള മറ്റൊരു കാര്യമാണ്, ഗുരുക്കന്മാരുടെ പിന്തുണയോടുകൂടി മാത്രമേ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. പലരുടെ കാര്യത്തിലും അത് സത്യമാണ്. ശരീരസ്ഥനാണെങ്കിലും സമാധിസ്ഥനായിട്ടുള്ള ഗുരുവാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ആ ഗുരുവിൻ്റെ അനുഗ്രഹം ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതൊരു വലിയ സത്യമാണ്. ഗുരു കൂടെ വേണം. പക്ഷേ ചിലർക്ക് പെട്ടെന്ന് അനുഗ്രഹം കിട്ടും, ചിലർക്ക് കിട്ടില്ല. അതിനൊരു വലിയ രഹസ്യമുണ്ട്. ഗുരുക്കന്മാർ ചില കാര്യങ്ങൾ ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ, ചില കാര്യങ്ങൾ ഇല്ലാത്തവർക്ക് മാത്രമേ ഗുരുക്കന്മാർ അനുഗ്രഹം കൊടുക്കുകയുള്ളൂ. ഗുരുക്കന്മാരുടെ അനുഗ്രഹം കിട്ടണമെങ്കിൽ ആദ്യം ഇല്ലാതാകേണ്ടത് അഹന്തയാണ്. ഞാനെന്നുള്ള ബോധമില്ലാതാകണം. ഞാനെന്നുള്ള ബോധം, എപ്പോഴും ഞാനിങ്ങനെ ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു എന്നുള്ള ബോധമില്ലാതായി എല്ലാം ഗുരുവിലോ അല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന മൂർത്തിയിലോ അർപ്പിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് എത്തുമ്പോഴാണ് ഗുരുക്കന്മാരുടെ പൂർണ്ണ അനുഗ്രഹം കിട്ടുന്നത്. ഇതൊരു ദേവനെ നമ്മൾ ആരാധിക്കുന്നത് ഒരു കാര്യത്തിനായിട്ടല്ല, അല്ലാതെ ഒരു ദേവനെ നമ്മൾ ഭക്തിയാദരവോടെ ആരാധിക്കുമ്പോഴും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. അഹങ്കാരം ഇല്ലാതാവും. അഹങ്കാരം ഇല്ലാതായാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ആരാധിക്കുന്നത് യഥാർത്ഥ രീതിയിലാണ് ഭഗവാന്റെ അടുത്ത് നമ്മളുടെ പ്രാർത്ഥന എത്തുന്നുണ്ട്. അതിലൊന്നാണ് അഹങ്കാരം ഇല്ലാതാകുക. അപ്പോൾ അഹങ്കാരം ഇല്ലാതാകുന്ന ഒരാൾക്ക് ഭഗവാൻ അല്ലെങ്കിൽ ഗുരുക്കന്മാരാണെങ്കിലും വളരെയധികം അനുഗ്രഹിക്കും. ഗുരുക്കന്മാർ നമ്മളുടെ ശിരസിന് മേൽ കൈവച്ചാൽ നമ്മളുടെ ജീവിതം മാറിയെന്ന് കൂട്ടിയാൽ മതി. അതുപോലെ തന്നെ ഗുരുക്കന്മാരുടെ അനുഗ്രഹമുള്ളവർക്ക് അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ ഒരു സാമീപ്യം അനുഭവിക്കാവുന്നവർക്ക് ഉണ്ടാകുന്ന മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ചിട്ടയുണ്ടാവും എന്നുള്ളതാണ്. ജീവിതത്തിന് ഒരു ചിട്ടയുണ്ടാവും. രാവിലെ എഴുന്നേൽക്കാനും അല്ലെങ്കിൽ ആരാധിക്കാനും എല്ലാത്തിനും ഒരു ചിട്ടയുണ്ടാവും. ഒന്നിനും ഒരു തടസ്സം ഉണ്ടാവില്ല. പണ്ടൊക്കെ നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ടാവുമായിരുന്നു. നമ്മൾ ജപിക്കുമ്പോൾ ചിലപ്പോൾ 10 മാല ജപിക്കണമെന്ന് വിചാരിക്കും, പക്ഷേ ഒരു മലയാകുമ്പോൾ തന്നെ മടുക്കും, അല്ലെങ്കിൽ നമ്മൾക്ക് ക്ഷീണമാകും, എന്തെങ്കിലുമൊക്കെ ആവും. നമുക്ക് പലപ്പോഴും സാഹചര്യവശാലൊക്കെ എല്ലാത്തിനും ഒരു തടസ്സമാണ്. അത് ജീവിതത്തിലെ പല കാര്യത്തിനും തടസ്സം തന്നെയാണ്. ആത്മീയമായ കാര്യത്തിന് മാത്രമല്ല, ജപത്തിന് മാത്രമല്ല, ജീവിതത്തിലും പല തടസ്സങ്ങളുണ്ടെങ്കിൽ ഗുരുക്കന്മാരെ വിളിക്കുമ്പോൾ നമ്മൾക്കൊരു ചിട്ടയുണ്ടാകുമെന്നുള്ളത് മാത്രമല്ല, ആ ചിട്ടയുണ്ടായി നമ്മൾ പ്രവർത്തിക്കുന്നതിനനുസരിച്ച് പ്രശ്നങ്ങളും ഇല്ലാതാവും. അതായത് നല്ല ചിട്ടയുണ്ട്, പക്ഷെ ഒരു ഫലവുമില്ല. ചെയ്യുന്നതെല്ലാം വെറുതെ പോവുകയാണ്. നമ്മളിപ്പോൾ ഭൗതികമാണെങ്കിലും ആത്മീയമാണെങ്കിലും എന്ത് കാര്യം ചെയ്താലും ചിട്ടയുണ്ട്, കൃത്യസമയത്ത് എഴുന്നേൽക്കുന്നുണ്ട്, എല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു തരത്തിലുള്ള ഫലവുമില്ല. അവിടെയാണ് ഗുരുക്കന്മാരുടെ മഹത്വം വരുന്നത്. എല്ലാം നമ്മളെ ചിട്ടയോടെ ചെയ്യിപ്പിക്കുകയും ചെയ്യും, അതിനനുസരിച്ച് എല്ലാ ഫലവും തരികയും ചെയ്യും. അതാണ് ഗുരുക്കന്മാരുടെ ഏറ്റവും വലിയൊരു കാര്യം. എല്ലാ ഗുരുഭക്തരിലും കണ്ടുവരുന്നൊരു കാര്യമാണ്. നമ്മൾ ചെയ്യും, എല്ലാം നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കും, വെറുതെ പ്രവർത്തിക്കാതൊന്നും കിട്ടില്ല. പ്രവർത്തിക്കുന്നതിന് നല്ല ഫലം ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറമുള്ള ഫലമൊക്കെ ഗുരുക്കന്മാർ തരാറുണ്ട്. അത്ഭുതകരമായിട്ടുള്ള പല ജീവിത വ്യത്യാസങ്ങളും ഗുരുക്കന്മാർ കാരണം നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ദർശിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഗുരുക്കന്മാരെ ആരാധിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നൊരു സ്വഭാവ വ്യത്യാസമാണ് ലോകത്തുള്ള എല്ലാത്തിനോടും കരുണയും സ്നേഹവും ഉണ്ടാകുക എന്നുള്ളത്. ഇതൊരു വലിയ കാര്യമാണ്. സിദ്ധന്മാരിൽ ഏറ്റവും പ്രമുഖ സിദ്ധൻ ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അഗസ്ത്യരും തിരുമൂലരുമാണ്. സുന്ദരനാഥർ എന്നായിരുന്നു പേര്. രണ്ടുപേരും കൂട്ടുകാരായിരുന്നു. ഇവരാണ് ഏറ്റവും വലിയ സിദ്ധ ഗുരുക്കന്മാർ. ശൈവ സിദ്ധ പരമ്പര എടുത്താൽ തിരുമൂലരാണ് തലതൊട്ടപ്പുറം നമ്മൾ എപ്പോഴും പറയാറുണ്ട്. തിരുമൂലർ സിദ്ധസ്വാമിക്ക് അപ്പുറം ഒന്നുമില്ല. അപ്പോൾ ആ തിരുമൂലർ സിദ്ധസ്വാമി പോലും തിരുമന്ത്രത്തിൽ എടുത്തു പറയുന്ന കാര്യം എന്താണ്? അൻപേ ശിവം, സ്നേഹമാണ് ശിവം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഏതൊരു ഗുരുവിനെ എടുത്തു നോക്കിക്കോളൂ, രാഘവേന്ദ്ര സ്വാമി എന്ന് പറഞ്ഞാൽ എന്തിനോട് സ്നേഹമുള്ളൊരു ഗുരുവായിരുന്നു. അതുപോലെ തന്നെ ശിരഡി സായിബാബ ആയിക്കൊള്ളട്ടെ, എല്ലാ ഗുരുക്കന്മാരെ എടുത്തു നോക്കിയോളൂ, ഈ ഗുരുക്കന്മാർക്ക് മനുഷ്യരോടും പക്ഷി മൃഗാദികളോടും വളരെയധികം സ്നേഹമാണ്. നമ്മൾക്ക് രമണ മഹർഷിയുടെ കാര്യം അറിയാം. രമണ മഹർഷി എപ്പോഴും ഒരു പശുവിനെ നല്ല രീതിയിൽ നോക്കുമായിരുന്നു, വളരെ സ്നേഹത്തോടെ പരിചരിക്കുമായിരുന്നു. അവസാനം ആ പശുവിന് പോലും മോക്ഷം കൊടുത്തു. ആര്? നമ്മളുടെ രമണ മഹർഷി. അതുപോലെ തന്നെ ശേഷാദ്രി സ്വാമിയുടെ കൂടെ ഒരു നായ ഉണ്ടായിരുന്നെന്ന് എപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്.
ആ നായ്ക്കും ഒരു തലോടലിലൂടെ നമുക്ക് ഏത് നിലയിലേക്കാണ് എത്തിച്ചതെന്ന് നമുക്കറിയാം. അപ്പോൾ അപ്രകാരം നോക്കുകയാണെങ്കിൽ എല്ലാ ഗുരുക്കന്മാരുടെ ജീവിതത്തിൽ എടുത്ത് നോക്കിയാൽ എന്തിനോടും ഏതിനോടും മനുഷ്യരോടും എല്ലാം കരുണയുള്ളതുകൊണ്ടാണ് മനുഷ്യർക്കായി നമ്മൾക്കായി പല അറിവുകൾ നൽകാനായി നമ്മൾക്ക് പല ജീവിതത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് മോചനം നൽകാനായിട്ട് അവർ അവതരിച്ചത്. അപ്രകാരം തന്നെ അതേപോലെ തന്നെ നമ്മൾക്കും ഉണ്ടാകുമെന്നുള്ളതാണ്. എങ്ങനെയാണോ ഗുരു അങ്ങനെ തന്നെയായി ആ ഭക്തനും മാറും. ഗുരുവിൻ്റെ അതേ സ്വഭാവം നമ്മളിലേക്ക് വന്നു ചേരും. നമ്മൾക്ക് വളരെയധികം കരുണയുണ്ടാവും, സ്നേഹമുണ്ടാവും. എല്ലാത്തിനോടും മറ്റൊരു പ്രാണിയുടെ പ്രയാസം നമ്മൾക്ക് നമ്മളുടേതായ തോന്നും. അതായത് ഒരു പ്രാണിയാണെങ്കിൽ പോലും, ഒരു പക്ഷിയാണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെ പ്രയാസം കാണുമ്പോൾ അത് എൻ്റെ കൂടെ പ്രയാസമാണ് എന്ന് നമ്മൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചുകൊള്ളൂ, ഗുരുവിൻ്റെ കടാക്ഷമുണ്ട്. അത് വലിയ കാര്യമാണ്. അതിപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ, ഞാൻ പറഞ്ഞില്ലെങ്കിലും അറിയാം, നമ്മൾ ഏത് ദേവനെ ആരാധിച്ചാലും നമ്മളൊരു കാര്യസാധ്യത്തിനല്ല, ആ ദേവനുമായിട്ട് ഐക്യപ്പെടാനായിട്ട്, ആ ദേവനോടുള്ള ഭക്തി കൊണ്ട് ആ ദേവൻ്റെ അരികത്തെത്താനായിട്ട് നമ്മൾ ആരാധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കിതുണ്ടാവും. നമ്മൾക്ക് ഇതേപോലെ കരുണയുണ്ടാകും. ശിവഭക്തരാണെങ്കിലും വിഷ്ണു ഭക്തരാണെങ്കിലും മുരുകഭക്തരാണെങ്കിലും കൃഷ്ണഭക്തരാണെങ്കിലും അവർ നിഷ്കാമമായി ഭഗവാനെ ആരാധിക്കുകയാണെങ്കിൽ, ഒരു കാര്യത്തിനായിട്ടല്ല, അല്ലാതെ നിഷ്കാമമായി ഭഗവാനെ എനിക്ക് മോക്ഷം നൽകണേ എന്നുള്ള ഭാവത്തോടു കൂടി ആരാധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കരുണയുണ്ടാകും. അത് തന്നെ ഇവിടെ ഉണ്ടാകും. ഇതൊക്കെയാണ് നമ്മൾ പൊതുവേ പറയുന്ന ചില ഗുരുക്കന്മാരുടെ അനുഗ്രഹം കിട്ടുന്നവരിൽ കണ്ടുവരുന്ന ചില മാറ്റങ്ങൾ. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ വേണ്ട. ചില ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നവർക്കൊന്നും ഇത് പറ്റില്ല. അതായത് നമ്മളൊരു ഗുരുവിനെ ആരാധിക്കുകയാണെങ്കിൽ ആ ഗുരുവിൻ്റെ ചിത്രം പലപ്പോഴും പലയിടത്ത് നമ്മൾ കാണുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. പലപ്പോഴും ആളുകൾ പറയുന്നത് ഈ ചിത്രങ്ങൾ അവിടെ തന്നെയുണ്ട്, പക്ഷേ നമ്മളത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. നമ്മളൊരു ഗുരുവിൻ്റെ ഭക്തനാകുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കും എന്നുള്ളതാണ് പലരും പറയുന്നത്. പക്ഷേ പല ഗുരുക്കന്മാരുടെ ഭക്തന്മാരിലും, പ്രത്യേകിച്ച് ശിരഡി സായിബാബയുടെയൊക്കെ ഭക്തരിൽ കണ്ടുവരുന്ന, അല്ലെങ്കിൽ അവർ അനുഭവിച്ചൊരു കാര്യമാണ്, അവരൊരു പ്രതിസന്ധിയിൽ സായിബാബയെ വിളിക്കുമ്പോൾ പെട്ടെന്ന് സായിബാബ എവിടെ നിന്നെങ്കിലും പ്രത്യക്ഷമാവും. ഒരു വാഹനത്തിൻ്റെ പുറകിലായിട്ടോ, അല്ലെങ്കിൽ ഒരു കലണ്ടറിലോ, അല്ലെങ്കിൽ ഒരു പത്രത്തിലോ എങ്ങനെയെങ്കിലും സായിബാബയുടെ ചിത്രം കാണും. അത് 1-2 തവണയല്ല, പലപ്പോഴും ഇങ്ങനെ കാണാറുണ്ട്, പല പ്രതിസന്ധി ഘട്ടങ്ങളിലും. പിന്നെ ചിലർ പറയാറുണ്ട്, നേരിട്ട് പോലും വന്ന പോലുള്ള അനുഭവങ്ങളുണ്ടെന്ന് ഒരുപാട് പേര് സായിബാബയെക്കുറിച്ച് പറയാറുണ്ട്. ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കണം എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെയും കേട്ടു വരാറുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇപ്പോൾ സായിബാബയുടെ കാര്യം പറഞ്ഞത് കൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ പലരും സായി ഭക്തരായി കഴിയുമ്പോൾ സായിബാബയെക്കുറിച്ചൊന്ന് ഓർത്തിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ സായി സച്ചരിത്രം, ഇതിനെക്കുറിച്ച് ഒരു ബോധമില്ലാത്ത, അതായത് നമ്മൾ സായി ഭക്തരാണെന്ന് പോലും അറിയില്ലാത്ത ആളുകൾ നമ്മൾക്ക് കൊണ്ടുതരുന്നത്, അല്ലെങ്കിൽ സായിബാബയുടെ ഫോട്ടോ കൊണ്ടുതരുന്നത്, അല്ലെങ്കിൽ വിഗ്രഹം കൊണ്ടുതരുന്നത്, ഇതൊക്കെ പല സായി ഭക്തരുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യമാണ്. അതുപോലെ പല അത്ഭുതങ്ങളും പലപ്പോഴും നടക്കാറുണ്ട്. ഇപ്പോൾ സിദ്ധ വഴിയിൽ പോകുന്ന മഹാസിദ്ധന്മാരുടെയൊക്കെ ഭക്തരാണെങ്കിൽ പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾക്ക് ഈ ഭസ്മത്തിൻ്റെ വാസന, അതായത് വിഭൂതിയുടെ വാസന അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പല സിദ്ധന്മാരുടെ ഭക്തരും പറയുന്നതൊക്കെ നമുക്ക് കേൾക്കാം. തമിഴ്നാട്ടിലൊക്കെ ചെന്നാൽ പറയും, സിദ്ധന്മാരെ ആരാധിക്കുന്ന പലരും പറയും, ഞങ്ങൾക്കിപ്പോൾ ഒരു വിഭൂതിയുടെ വാസന. അതും സായിബാബയുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. അങ്ങനെ നമ്മൾക്ക് പലപ്പോഴും അത്ഭുതകരമായി തോന്നാവുന്ന, അവിശ്വസനീയമായി തോന്നാവുന്ന പല കാര്യങ്ങളും, അതിപ്പോൾ അരുണഗിരിനാഥരുടെ കാര്യം എടുത്താലും, അഗസ്ത്യസിദ്ധസ്വാമിയുടെ കാര്യം എടുത്താലും, രാഘവേന്ദ്ര സ്വാമിയുടെ കാര്യം എടുത്ത് നോക്കിയാലും, അല്ലെങ്കിൽ സായിബാബയുടെ അക്കൽക്കോട്ട് സ്വാമിയുടെ ഏത് ഗുരുവിൻ്റെ കാര്യം എടുത്ത് നോക്കിയാലും ഇങ്ങനെ പല അത്ഭുതങ്ങളും കാണാൻ സാധിക്കും. ഭക്തർക്ക് പല പ്രത്യക്ഷ അനുഭവങ്ങൾ പോലും ഉണ്ട്. പക്ഷെ അത് എത്രത്തോളം നമ്മൾക്ക് പറയാൻ സാധിക്കുമെന്നുള്ളത് വേറൊരു കാര്യം. പറഞ്ഞാൽ പലരും വിശ്വസിക്കില്ല, അല്ലെങ്കിൽ പുച്ഛിച്ച് തള്ളിക്കളയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. പക്ഷേ പൊതുവേ നമ്മൾ പറഞ്ഞു വരുന്ന ചില കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നേരിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ നല്ലൊരു ഗുരുഭക്തരെ, സായിബാബയുടെയോ അല്ലെങ്കിൽ ഏത് സിദ്ധ പാരമ്പര്യം പിന്തുടരുന്ന, അല്ലെങ്കിൽ ആ ഗുരുക്കന്മാരെയൊക്കെ ആരാധിക്കുന്ന ഭക്തരോട് ചോദിച്ചാൽ മതി, അവർ നേരിട്ട് പറഞ്ഞു തരും. കാരണം പല ഭക്തരും പല ഗുരുക്കന്മാരെക്കുറിച്ചും അവിശ്വസനീയമായ പല കാര്യങ്ങൾ പോലും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പലപ്പോഴും പറയാറുണ്ട്. അതൊക്കെ നേരിട്ട് കേട്ട് മനസ്സിലാക്കേണ്ടതാണ്. അല്ലാതെ ഒരുപാട് പേരോട് പറഞ്ഞാൽ അതെങ്ങനെ ഉൾക്കൊള്ളുമെന്നറിയില്ല. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഗുരുക്കന്മാർ കരുണാമൂർത്തികളാണ്. സനാതനധർമ്മത്തിന് മാത്രമുള്ളൊരു ഭാഗ്യമാണ് ഇത്രയധികം ഗുരുക്കന്മാർ. അഹോബിലം.